പ്രിയപ്പെട്ടവർ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മ ചർച്ച ചെയ്യുന്ന മതനിരപേക്ഷ സമൂഹവും വർഗീയ ഭരണവും എന്ന വിഷയത്തിൽ പങ്കുചേരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് കോമ്രേഡ് സാബിറാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത്. സുവോളജിയിൽ ഡിഗ്രിയും മലയാള സാഹിത്യത്തിൽ PGയുമുള്ള ഞാൻ പിന്നീട് ലൈബ്രറി സയൻസിൽ ഡിഗ്രിയും PGയും MPhilലും നെറ്റും ആർജിക്കുകയാണുണ്ടായത്. അതെൻ്റെ ജീവിത സമരത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ജോലികളിലാണ് ഞാൻ കൂടുതൽ മുഴുകിയത്. മറ്റു പല ജോലികളും ചെയ്തിട്ടുണ്ട് താൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മളുടെ സമൂഹ ശരീരത്തിനെ വലിയ തോതിൽ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പക്ഷേ മൂന്നാമതായി മറ്റൊന്നുകൂടിയുണ്ട്. ഒന്ന് മതനിരപേക്ഷ സമൂഹമാവുമ്പോൾ മറ്റൊന്ന് വർഗീയ ഭരണമാണ്. ഇതിൽ ഭരണം എന്നുള്ളതിനെയാണ് ഞാൻ മൂന്നാമത്തെ പോയിൻ്റായി കണ്ടത്. അതായത് നമ്മൾ ഇക്കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മനുഷ്യനെക്കുറിച്ച്, മനുഷ്യ വംശത്തെക്കുറിച്ച് നമുക്ക് ഒരു അവബോധം വളരെ അത്യാവശ്യമാണ്. നമ്മൾ നവീന മനുഷ്യർ, അതായത് ഹോമോ സാപ്പിയൻസ്, ഹോമോ എന്ന ജനസിലും സാപ്പിയൻസ് എന്ന സ്പീഷീസിലും പെട്ട ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോ ജനസിലെ അവശേഷിക്കുന്ന ഏകവർഗമാണ് നമ്മളുടേത്. കഴിഞ്ഞ 20 ലക്ഷം വർഷങ്ങളിൽ മറ്റു നിരവധി മനുഷ്യവർഗങ്ങൾ നമ്മളോടൊപ്പം ഒരേ സമയം ജീവിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവയെല്ലാം വംശനാശം സംഭവിച്ചു. ഹോമോസാപ്പിയൻസിനെ കൂടാതെ മറ്റ് 5 വർഗങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ നന്നായി അറിയാം. അതിൽ ഒന്നാണ് ഹോമോ നിയാൻഡർതാലിൻസിസ്. നിയാൻഡർതാലുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഹോമോ ഇറക്ടസ്. മറ്റൊന്ന് ഹോമോ ഫ്ലോറിസിയാസിസ്. വേറൊന്ന് ഹോമോ ലുസോനാൻസിസ്. വേറെ വളരെ പ്രധാനപ്പെട്ടത് ഡെനിസോവൻസ്. കഴിഞ്ഞ 3 ലക്ഷം വർഷങ്ങളിൽ ഈ വർഗങ്ങൾ ഭൂമിയിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നു. ഫോസിൽ പഠനം, പുരാവസ്തുശാസ്ത്രം, ജനിതക ശാസ്ത്രം എന്നിവയിൽ നിന്നുള്ള തെളിവുകൾ ഇവയുടെ നിലനിൽപ്പ് കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളത് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. മറ്റു ജീവികളെപ്പോലെ മാറ്റം കരജീവിയായ മനുഷ്യരിലും സംഭവിക്കുകയും തലച്ചോറിൻ്റെ വികാസത്തിനൊപ്പം കാട്ടിലെ പെറുക്കത്തീറ്റയും വേട്ടയാടലും പിന്നിട്ട് ഏകദേശം 10-12,000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് നമ്മൾ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും അല്ലെങ്കിൽ കൃഷി കണ്ടെത്തുകയും ചെയ്തപ്പോൾ മനുഷ്യർക്ക് സംസ്കാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. അതിന് നമ്മൾ നദീതട സംസ്കാരം എന്ന് പറഞ്ഞു. കൃഷി
കണ്ടെത്തിയോടുകൂടി ജീവിതം കൂടുതൽ എളുപ്പമാകുന്നു. മനുഷ്യവംശത്തിൻ്റെ വളർച്ച വളരെ വേഗത്തിലായി. കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും കടന്ന് വിജ്ഞാന വിപ്ലവത്തിലൂടെ ഇപ്പോൾ നമ്മൾ AI എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തെ നിർമ്മിത ബുദ്ധിയുടെ ഇക്കാലത്ത് നിന്നാണ് കഥകളും മിത്തുകളും നിറഞ്ഞ മത കേന്ദ്രീകൃത വർഗീയ ഭരണത്തെയും അതിനെ മെരുക്കി മനുഷ്യർക്കെല്ലാം ഇടമുള്ള മതനിരപേക്ഷതയെയും കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നത്. എല്ലാ ചിന്തകളും നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത്. അതായത് എന്തുകൊണ്ട് വർഗീയ ഭരണത്തെ ഒഴിവാക്കണമെന്നും എന്തുകൊണ്ടാണ് മതനിരപേക്ഷത സമൂഹം ആവശ്യമാണെന്നും നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വർഗീയതയെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ഭരണകൂട സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സാവധാനം നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാവുന്നതാണ്. നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത് ആൾക്കൂട്ടവും മരണ സർട്ടിഫിക്കറ്റും ഉത്തരായനവും അഭയാർത്ഥികളും മരുഭൂമികളുണ്ടാകുന്നതും ഗോവർദ്ധനൻ്റെ യാത്രകളും വ്യാസനും വിഘ്നേശ്വരനും എല്ലാം എഴുതിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ച, അതോടൊപ്പം തന്നെ സഹൃദയവേദി, സമസ്ത കേരള സാഹിത്യ പരിഷത്ത്, അബുദാബി മലയാളി സമാജം, വയലാർ അവാർഡുകൾ നേടിയ നമ്മുടെ പ്രിയപ്പെട്ട ചിന്തകൻ എഴുത്തുകാരനുമായ ആനന്ദിൻ്റെ വേട്ടക്കാരനും വിരുന്നുകാരനും മൗലികവാദത്തെക്കുറിച്ച് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരന്വേഷണം എന്ന പുസ്തകവും, അതോടൊപ്പം കേരളവർമ്മ കോളേജിൽ എന്നോടൊപ്പം, അതായത് എൻ്റെ ജൂനിയറായി പഠിക്കുകയും പിന്നീട് ശാസ്ത്രഗതി മാസികയുടെ അസിസ്റ്റൻ്റ് എഡിറ്ററായും ശാസ്ത്രകേരള മാസികയുടെ സബ് എഡിറ്ററായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ അസിസ്റ്റൻ്റായും കേരള സാഹിത്യ അക്കാദമിയിൽ പബ്ലിക്കേഷൻ ഓഫീസറായി ജോലി ചെയ്യുകയും ചെയ്ത സഹാനുഭൂതിയുടെ സംസ്കാരം, വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ വർത്തമാനം, അരങ്ങും മനുഷ്യനെ തേടുന്നു, ഒടുവിൽ ഒറ്റയ്ക്ക്, ഗാന്ധി, ആത്മകഥ സഞ്ചാരങ്ങൾ, EMSഉം സെക്കുലറിസവും, ഇരിക്കപ്പിണ്ടം കഥ പറയുന്നു എന്നീ പുസ്തകങ്ങളുടെ കർത്താവായ E.D. ഡേവിസിൻ്റെ EMSഉം സെക്കുലറിസവും എന്ന പുസ്തകവുമാണ് ഞാൻ ഈ സംഭാഷണത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആശ്രയിക്കാവുന്ന 2 പുസ്തകങ്ങളാണ് ഇവ കൂടാതെ ഈ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ഗോപികൃഷ്ണൻ്റെ ഹിന്ദുത്വ എന്ന വലിയ പുസ്തകം എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ മറ്റു പുസ്തകങ്ങളും. പക്ഷെ നമുക്ക് ഈ വിഷയത്തെ നമുക്ക് സമീപിക്കുവാൻ തൽക്കാലം ഈ 2 പുസ്തകങ്ങളെയാണ് ഞാൻ ആശ്രയിക്കുന്നതെന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. കഴിയുമെങ്കിൽ ആനന്ദിൻ്റെ വേട്ടക്കാരനും വിരുന്നുകാരനും
വായിച്ചിട്ടില്ലാത്തവർ വായിക്കുക. അതുപോലെ തന്നെ ഇ ഡി ഡേവിസിൻ്റെ EMSഉം സെക്കുലറിസവും എന്ന പുസ്തകവും നിങ്ങൾ വായിക്കേണ്ടതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കാരണം EMS എന്ന് പറയുന്ന മഹാനായ മാർക്സിസ്റ്റ്, ആ ചിന്തകൻ്റെ സെക്കുലറിസ്റ്റ് നിലപാടുകളെക്കുറിച്ച് അധികമാരും ആഴത്തിൽ പഠിച്ചിട്ടില്ല. ഈ പുസ്തകത്തിൽ EMSഉം സെക്കുലറിസവും എന്ന പുസ്തകത്തിൽ മതനിരപേക്ഷതയെക്കുറിച്ച് EMSൻ്റെ കാഴ്ചപ്പാടുകൾ കണ്ടെത്തുവാനും നമുക്ക് നൽകുവാനും ഡേവിസ് ശ്രമിച്ചിട്ടുണ്ടെന്ന് ആമുഖമായി നിങ്ങളെയെല്ലാം ഓർമ്മിപ്പിക്കുന്നു. നമുക്കാദ്യം ആനന്ദിൻ്റെ വേട്ടക്കാരനും വിരുന്നുകാരനും എന്ന പുസ്തകത്തിലെ പ്രഥമ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ അദ്ദേഹം പ്രത്യാശയും നിരാശയും എന്ന ചാപ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവർ നിരാശരാകുമ്പോൾ പ്രത്യാശിക്കുകയും പ്രത്യാശിക്കുമ്പോൾ നിരാശനാകുകയും ചെയ്യുന്നു പ്രവാചകൻ. കസാൻസാക്കിസിൻ്റെ ഒരു നിരീക്ഷണമാണിത്. സ്വപ്നങ്ങളുടെ ഹർഷോന്മാദം തൊട്ട് കുരിശിലെ പീഡനം വരെ ഉലയുന്നതാണ് പ്രവാചകൻ്റെ പെൻഡുലം. പെൻഡുലങ്ങൾ ക്രോസ് ചെയ്യുന്നു എന്ന വ്യത്യാസമൊഴിച്ചാൽ മറ്റുള്ളവർ എന്ന സാധാരണ ജനതയെ സംബന്ധിച്ചിടത്തോളവും ഈ നിരീക്ഷണവും സത്യമല്ലേ? ആശയ്ക്കും നിരാശയ്ക്കും ഇടയിൽ ആവർത്തിക്കുന്ന തരംഗങ്ങളുടെ ദൈർഘ്യം ഒരുപക്ഷെ ഇരുവർക്കും ഒന്ന് തന്നെയാണ്. നിരാശകൾക്കിടയിലെ പ്രത്യാശയായിട്ടുദിക്കുന്ന മതങ്ങൾ കൊലത്തൂണുകളും പീഡന മുറികളായിത്തീരുവാൻ സാധാരണ മനുഷ്യന് ഏറെക്കാലം വേണ്ടിവരുന്നില്ല. പ്രവാചകനെ പോലെ തന്നെ ഇൻക്വിസിറ്റർമാർക്കും സാധാരണ മനുഷ്യർ ആനുകൂല്യത്തിലോ പെട്ടവനാണ്. ആട്ടിൻപറ്റം പോലുള്ള ജനത്തിൽ നിന്ന് വിശ്വാസികളെയും ഹെറേറ്റിക്കുകളെയും തരംതിരിക്കാൻ വിഷമിച്ച ഇൻക്വിസിറ്റർ ആർണോഡ് ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചു: എല്ലാവരെയും കൊലത്തൂണിൽ കയറ്റുക. അവരിൽ വിശ്വാസികളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം രക്ഷിച്ചു കൊണ്ടുപോയിക്കോളും. അഥവാ ഒരു വിശ്വാസി അങ്ങനെ ദൈവത്താൽ കരകയറ്റപ്പെടാതെ വിട്ടുപോയാൽ അവനു വേണ്ടി ഇൻക്വിസിറ്റർ ടോർക്വിമാഡോ ഇങ്ങനെയൊരു പോംവഴിയും നിർദ്ദേശിച്ചു: ഏതായാലും സത്യത്തിനു വേണ്ടിയാണല്ലോ താൻ ഇത് സഹിക്കുന്നത് എന്നോർത്ത് അവർ ആനന്ദിക്കട്ടെ. ആദ്യം നമുക്ക് തീവ്രവാദത്തെയും വർഗീയവാദത്തെയും പരിശോധിക്കാം. തീവ്രവാദി സ്വന്തം മതത്തിൽ തീവ്രമായി വിശ്വസിക്കുകയും മറ്റ് മതങ്ങളെല്ലാം തെറ്റാണെന്ന് കരുതുകയും ചെയ്യുന്നു. മറ്റു മതവിശ്വാസികൾ അതുകൊണ്ട് അവൻ്റെ ഭാഷയിൽ അവിശ്വാസികളാകുന്നു. വിശ്വാസത്തിൻ്റെ തീവ്രത അനുസരിച്ച് അവിശ്വാസികളോടുള്ള വെറുപ്പിൻ്റെ ആധിക്യവും വളരുന്നു. അങ്ങനെ അവന് മതഭ്രാന്തനെന്നും വിശേഷണം കിട്ടുന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സ്വന്തം മതത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നത് വിശാലമായ തലത്തിലെ അവൻ്റെ ലക്ഷ്യമാണ്. അതിന് ബലം പ്രയോഗിക്കാം. ബലം കൊണ്ട് സാധിച്ചില്ലെങ്കിൽ അവിശ്വാസികളെ ആക്രമിച്ച് ഉന്മൂലനം തന്നെ ചെയ്യാം. ഇതൊക്കെ ദൈവം അവനെ ഏൽപ്പിച്ച കർത്തവ്യമായി അവൻ കരുതുന്നു. എല്ലാ കർത്തവ്യങ്ങളും മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവദത്തമാണ്. എന്നാൽ വർഗീയവാദികളുടെ വിശ്വാസ പ്രമാണങ്ങളും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ മതസ്ഥരുടെ നേരെയുള്ള അവൻ്റെ മനസ്ഥിതി മതഭ്രാന്തനെ പോലെ തീവ്രമല്ല. അഥവാ ചില വിസ്ഫോടക സന്ദർഭങ്ങളിൽ മാത്രമാണ് അവൻ മതഭ്രാന്തനെ പോലെ പെരുമാറുക. ഭ്രാന്തിനേക്കാൾ കൂടുതൽ പക്ഷപാതമാണ് അവൻ്റെ ദൈനംദിന ചേഷ്ടകളെ നിശ്ചയിക്കുന്നത്. ഉന്മൂലനം ചെയ്യുന്നതിന് പകരം മറ്റു മതസ്ഥരുടെ മേൽ ആധിപത്യം നേടിയാൽ മതി അവന്. തീവ്രവാദിയുടെയും
വർഗീയവാദിയുടെയും മനസ്സ് പ്രായേണ മറ്റു മതസ്ഥരുടെ നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. മറ്റു മതസ്ഥരാണ് അവരുടെ മനസ്സിലെ വിദ്വേഷ വസ്തു. സ്വന്തം കോട്ടകൾക്കുള്ളിൽ പിടിച്ചിരിക്കുന്ന അവരുടെ തോക്കുകൾ പുറത്തേക്ക് ചൂണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ഇവിടെ നമ്മൾ വർഗീയവാദികളുടെ സ്വഭാവ രീതികളാണ് പറഞ്ഞത്. ഇത്തരം വർഗീയവാദികളുടെ ഭരണമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അവർ വർഗീയവാദിയുടെ സ്വഭാവം മാത്രമല്ല, അതോടൊപ്പം തന്നെ തീവ്രവാദ സ്വഭാവവും കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ദിവസം, അതായത് ഇന്നലെ, എൻ്റെ ഒരു സുഹൃത്ത് ഹൈദരാബാദിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ ഗണേശോത്സവമാണത്രേ. അവിടുത്തെ പള്ളികളെല്ലാം മറച്ചു വച്ചിരിക്കുകയാണ്. അതായത് ഒരു കൂട്ടരുടെ ഉത്സവം നടക്കുമ്പോൾ മറ്റ് ഉള്ളവരുടെ ആരാധനാലയങ്ങളെ മറച്ചു വയ്ക്കുന്ന പ്രവണത നമ്മുടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനത്തിൽ പോലും എത്തിയിരിക്കുന്നു എന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് അവർ വളരെ പതുക്കെ നമ്മുടെ കേരളത്തിലേക്കും എത്തുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. E.D. ഡേവിസിൻ്റെ EMSഉം സെക്യുലറിസവും എന്ന പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദേശീയോദ്ഗ്രഥന മനോഭാവം എന്ന മൂല്യമില്ലാത്ത ഇന്ത്യൻ പൗരർ എങ്ങനെ രാജ്യസ്നേഹികളാകും? അതൊരു വലിയ ചോദ്യം. യഥാർത്ഥ ദേശസ്നേഹികൾ തങ്ങളാണെന്ന് അവകാശപ്പെട്ടു രാജ്യാധികാരം കൈക്കലാക്കിയവർക്ക് ഈ മൂല്യവിചാരമില്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ അവരുടെ കൈകളിൽ സുരക്ഷിതയാകും? ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് സാമ്രാജ്യത്വ സേവ ചെയ്തവർക്ക് എങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ദൗത്യങ്ങൾ നിർവഹിക്കാനാകും? മതവിദ്വേഷം വ്യാവഹാരിക മുദ്രയായി സ്വീകരിച്ചവർക്ക് എങ്ങനെ മതനിരപേക്ഷ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനാകും? 46-47 കാലത്ത് ഇന്ത്യയിലുണ്ടാക്കിയ വർഗീയ ലഹളകൾ ആരുടെയെല്ലാം ദുഷ്കൃത്യമാണ്? വർഗീയ കലാപങ്ങളുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു സെക്കുലർ സാംസ്കാരിക രാഷ്ട്രീയ കാര്യക്രമം രൂപപ്പെടുത്തിയില്ല? പൗരസമക്ഷം ഈ വക ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വൈകിയതിൻ്റെ ദുരന്തമാണ് ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ അതിഭീകരമായ ഫാസിസ്റ്റ് ഭീഷണി. വർഗീയ ലഹളകൾ എന്തുകൊണ്ട് എന്ന ലേഖനത്തിൽ EMS വ്യക്തമാക്കുന്നു. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിലാണ് ഇന്ത്യയിൽ വർഗീയ ലഹളകൾക്കുള്ള അടിത്തറ പാകിയത്. അന്നാണ് ഇന്ത്യൻ ജനതയെയും രാഷ്ട്രീയ പാർട്ടികളെയും ഹിന്ദു മുസ്ലിം എന്ന് രണ്ടാക്കി തിരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പൊതു നിയോജകമണ്ഡലങ്ങളും മുസ്ലിം പ്രത്യേക നിയോജകമണ്ഡലങ്ങളും എന്ന തരംതിരിവ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയത്. ഈ തീരുമാനത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അതിശക്തിയായി അലയടിച്ചുയർന്നിരുന്ന സാമ്രാജ്യത്വ വിരുദ്ധ വികാരത്തെ തല്ലിക്കെടുത്തുക, അതിനു പകരം ഹൈന്ദവവും ഇസ്ലാമികവുമായ ജനവികാരങ്ങൾ ഇളക്കിവിടുക. ക്രമേണ വളരെയധികം ജനപിന്തുണ കിട്ടിയിരുന്ന ദേശീയ വികാരത്തിനു പകരം മതവികാരത്തെ ആസ്പദമാക്കിയ പ്രസ്ഥാനം രൂപപ്പെടുത്തുക, ഈ ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ തീരുമാനമെടുത്തത്. തിലകനിൽ നിന്നും ഗാന്ധിയിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വം നെഹ്റുവിലേക്ക് മാറിയപ്പോൾ മതനിരപേക്ഷതയുടെ വീക്ഷണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വ്യാപിച്ചു എന്നതാണ് സത്യം. ഇതിൻ്റെ അലയടിച്ചാണ് 1950 ബലത്തിൽ വന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയിൽ മതവിശ്വാസികൾക്കെന്ന പോലെ മതരഹിതർക്കും
വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള വ്യവസ്ഥ എഴുതി ചേർത്തത്. എന്നാൽ ആസാമിലെ 1961 ഭാഷാ കലാപത്തെ തുടർന്നുണ്ടായ സങ്കീർണതകളെ മനസ്സിലാക്കിക്കൊണ്ട് നെഹ്റു പറഞ്ഞു, നമ്മുടെ നാട്ടുകാർ അവരുടെ സ്വന്തം നാടിനകത്ത് തന്നെ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നു. അതെ, സ്വന്തം നാട്ടിൽ തന്നെ അഭയാർത്ഥികളായ ഒരു ജനതയുടെ കഥ, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനത അനുഭവിക്കുന്ന വൈഷമ്യം, സങ്കടങ്ങൾ, കഷ്ടപ്പാടുകൾ, വിവേചനങ്ങൾ എന്നും നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന മറ്റൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം സൃഷ്ടിക്കപ്പെട്ടത് വർഗീയവാദികളുടെ സർക്കാർ അധികാരത്തിൽ വരികയും അവർ നമ്മുടെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി മാറ്റുകയും ചെയ്തതിൻ്റെ ഫലമായുണ്ടായതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഭരണഘടനയെ വീണ്ടെടുക്കുക എന്നതാണ്. നമ്മുടെ നാട്ടിൽ മതശക്തികൾ അധികാരത്തിൽ ഏറിയാൽ ആദ്യം അട്ടിമറിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയായിരിക്കുമെന്ന് അംബേദ്കർ പറഞ്ഞത് ശരിയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനയെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള സമരം ഇന്ത്യയെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള സമരമായി മാറുന്നുവെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. EMS എഴുതിയ ദേശീയ ഐക്യത്തിനുള്ള യഥാർത്ഥ ഭീഷണി എന്ന ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയ പരിഹാര നിർദ്ദേശങ്ങളിൽ ഇവ ശ്രദ്ധേയമാണെന്നും മതം, ജാതി, ലിംഗവ്യത്യാസങ്ങൾക്ക് ഉപരിയായി എല്ലാ പൗരന്മാർക്കും തുല്യാവകാശം നൽകണം, തുല്യജോലിക്ക് തുല്യവേതനം, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മേലുള്ള സ്ഥിരമായ ആക്രമണങ്ങളെ മുൻനിർത്തി അവർക്ക് സംസ്കാരം, ഭാഷ, മതം, ഉദ്യോഗം എന്നീ മേഖലകളിൽ പ്രത്യേക സംരക്ഷണം നൽകണം, സാമൂഹിക അവശതകളെല്ലാം ഇല്ലാതാക്കണം, തൊട്ടുകൂടായ്മക്ക് കർശനമായ ശിക്ഷ നൽകണം, പിന്നോക്ക സമുദായങ്ങളുടെയും ഗോത്രവർഗങ്ങളുടെയും വികസനത്തിന് പ്രത്യേക നടപടികൾ വേണം, രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് കാര്യക്ഷമമായ നടപടികൾ വേണം എന്ന് EMS ഊന്നിപ്പറയുന്നുണ്ട്. വേറെടുത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മതനിരപേക്ഷത എന്നാൽ രാഷ്ട്രീയത്തെയും വിദ്യാഭ്യാസത്തെയും മതത്തിൽ നിന്നും പൂർണ്ണമായി വേർപെടുത്തുക എന്നർത്ഥം. വർഗീയത എന്നാലാകട്ടെ മതവിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആസ്പദമാക്കി രാഷ്ട്രീയ പാർട്ടികളും ഗ്രൂപ്പുകളും രൂപീകരിക്കുക എന്നർത്ഥം. എല്ലാ മതവിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എന്ന പോലെ ഒരു മതത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കാതിരിക്കലും തികച്ചും വ്യക്തിപരമായ കാര്യമെന്ന നിലക്ക് ഇവ രണ്ടിനെയും ഒരേപോലെ മാനിക്കുക എന്നതാണ് മതനിരപേക്ഷതയുടെ കാതൽ. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം EMS മതനിരപേക്ഷതയ്ക്ക് ഇവിടെ ഒരു നിർവചനം നൽകുന്നു എന്നുള്ളതാണ്. മതനിരപേക്ഷത എന്നാൽ രാഷ്ട്രീയത്തെയും വിദ്യാഭ്യാസത്തെയും മതത്തിൽ നിന്നും പൂർണ്ണമായി വേർപെടുത്തുക എന്നർത്ഥം. ഇന്ന് ഇവിടുത്തെ മതവാദികൾ, മതവർഗീയവാദികൾ നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്തിരിപ്പനായ പ്രാകൃതമായ ആശയങ്ങൾ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മളുടെ വിദ്യാഭ്യാസ നിലപാടുകളെ മാറ്റുന്നു. പഴഞ്ചൻ വിശ്വാസങ്ങൾ സിലബസിൻ്റെ ഭാഗമാക്കുന്നു. പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും അവർ ചരിത്രമാക്കി
മാറ്റുവാനുള്ള തിരക്കിലാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ആകെ താറുമാറായിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ഇത്തരണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വൈരുദ്ധ്യങ്ങളെയും മാനുഷികമായ പരിമിതികളുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളുകയും പൗരന്മാർ എന്ന നിലയിൽ സന്തുലിത ജീവിതം കൈവരിക്കുന്നതിന് ഫെഡറലിസത്തിൻ്റെ സോഷ്യലിസ്റ്റ് മാനങ്ങൾ ആർജിക്കുകയാണ് വേണ്ടത്. ദേശീയോദ്ഗ്രഥനത്തെ സാധ്യമാക്കുന്നതിന് ഫെഡറലിസവും മതനിരപേക്ഷതയും കൂടിയേ തീരൂ. ദേശീയോദ്ഗ്രഥന സമിതികളുടെ 3 ദശകക്കാലത്തെ അനുഭവങ്ങൾ വിലയിരുത്തി EMS 1900-ൽ 5 ജനാധിപത്യ മതേതര പരിപാടി നിർദ്ദേശിച്ചിരുന്നു. അതിവിടെ ചുരുക്കിയിരിക്കും. 1. ജാതിക്കെതിരെ സാമൂഹ്യ സമത്വത്തിനായുള്ള സന്ധിയില്ലാ സമരം നടത്തുക. 2. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തുന്ന മതേതരത്വ സങ്കല്പം കർശനമായി നടപ്പിലാക്കാൻ സന്ധിയില്ലാത്ത സമരം നടത്തുക. 3. ശക്തമായ കേന്ദ്രവും സ്വയം ഭരണാധികാരത്തോടു കൂടിയ സംസ്ഥാനങ്ങളും സമന്വയിക്കുന്ന ഫെഡറൽ സംവിധാനം വളർത്തിയെടുക്കുക. 4. ഭാഷകൾക്കെല്ലാം തമ്മിൽ തുല്യതയും ഭാഷാ സമൂഹങ്ങൾ തമ്മിൽ ബന്ധങ്ങളും ഉണ്ടാക്കുന്നതിന് ഗൗരവബുദ്ധിയ പരിശ്രമിക്കുക. 5. ഗോത്രവിഭാഗങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക. എന്ന് നമ്മളുടെ ഫെഡറൽ സംവിധാനം ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതമോ മറ്റ് ഉൽപ്പന്നങ്ങളുടെ വിഹിതമോ നൽകാത്ത അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഭാഷകൾ തമ്മിലുള്ള തുല്യതയും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദിക്ക് വേണ്ടി ഇംഗ്ലീഷിനെയും മറ്റ് ഇന്ത്യൻ ഭാഷകളെയും തള്ളിക്കളയുന്ന ഒരു രീതി ഇന്ന് അധികാരികളിൽ ദൃശ്യമാണ്. സെക്കുലർ എന്ന പദത്തിന് ഏറ്റവും നല്ല പരിഭാഷ മതനിരപേക്ഷത എന്ന പദമാണ്. മതനിരപേക്ഷതയിൽ ഊന്നി മാത്രമേ നമുക്ക് ഈ വർഗീയതയെ എതിർത്ത് തോൽപ്പിക്കാൻ ആവുകയുള്ളൂ. അപ്പോൾ ഇത്തരണത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ മഹത്തായ സംരംഭത്തിൽ ഹാർദവമായ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ സന്തോഷം. ഇത് അല്പം ദൈർഘ്യമുള്ളതായിപ്പോയി എന്നുള്ള ഒരു കുറവുണ്ട്. അത് ക്ഷമിച്ചാലും ഇത് വായിച്ച് ഉൾക്കൊണ്ട് ചെറുതാക്കി പറയുവാനുള്ള സമയം എനിക്ക് ലഭ്യമാകാത്തതിൻ്റെ പേരിലാണ് ഒറിജിനൽ തന്നെ നിങ്ങളുമായി പങ്കുവച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷാശംസകൾ. സന്തോഷം.